പ്രിയമുള്ളവരെ, ഒരു വലിയ വലിയ സന്തോഷ വാർത്ത. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്ന് നല്ലൊരു വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മഹത്തായ ഒരു വിധിയാണ് എന്ന് പറയാം. ഇന്ത്യയിലുള്ള തെരുവ് നായ്ക്കളെ, ജനവാസ കേന്ദ്രങ്ങളിലുള്ള മുഴുവൻ തെരുവ് നായ്ക്കളെയും അടിയന്തരമായി അവയെ മാറ്റുന്നതിന് വേണ്ടി, ഷെൽട്ടറിലാക്കുന്നതിന് വേണ്ടി ഒരു നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും ഭരണാധികാരികൾ അടിയന്തരമായി ഈ നിയമം നടപ്പിലാക്കണം. 2 ആഴ്ചകളിൽ തന്നെ ഇതിന് തീരുമാനങ്ങൾ എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് നടപടികൾ സ്വീകരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വലിയ സന്തോഷം എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ഈ വിധി മൂലം, പാവപ്പെട്ടവരും സാധാരണക്കാരുമായ ജനങ്ങൾക്ക്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾക്കാണ് ഇന്ന് ഈ വിധി കാരണം ഇന്ത്യയിലുള്ള ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് നല്ലൊരു ജീവിതമാർഗം ലഭ്യമാകാൻ പോകുന്നത്. ഇവിടെ തെരുവുനായ്ക്കളെ പേടിച്ചിട്ട് മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ അതിന് മാത്രം ഭയാനകമായി കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയാലും പറ്റില്ല, വീടിനകത്തായാലും ഇപ്പോൾ തെരുവുനായ്ക്കൾ കടിച്ചു കീറുകയാണ്. ഈ ദുരന്തത്തിന്, ഈ മഹാദുരന്തത്തിന് ഒരു ശാശ്വത പരിഹാരമാണ് ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് ഒരു സർവകക്ഷി യോഗം വിളിച്ച് ഈ വിധി നടപ്പിലാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ നടപ്പിലാക്കണം. അതിനുവേണ്ടി അടിയന്തരമായി അദ്ദേഹം ഒരു സർവകക്ഷി യോഗം വിളിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അങ്ങനെ കേരളത്തെ അടിയന്തരമായി നമുക്ക് മാതൃകാ സംസ്ഥാനമാക്കാൻ സാധിക്കും. തെരുവുനായ വിമുക്ത കേരളം നമുക്ക് നടപ്പിലാക്കിക്കൊണ്ട് ഇന്ത്യക്ക് തന്നെ മാതൃകാ സംസ്ഥാനം ആദ്യമായി നമുക്ക് നടപ്പിലാക്കണം. ഇന്നിപ്പോൾ കേരളം അതിദരിദ്രമില്ലാത്ത കേരളം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. വളരെ നല്ല കാര്യം. അതുപോലെ ഇന്നിപ്പോൾ നമുക്ക് ഒരു നല്ലൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. തെരുവുനായ വിമുക്ത കേരളം എന്ന് നമുക്ക് നടപ്പിലാക്കണം. എങ്ങനെയാണ് അതിദരിദ്രമില്ലാത്ത കേരളം നമുക്ക് നടപ്പിലാക്കണമെങ്കിൽ, ഒരു തെരുവ് പട്ടി ഒരാളെ കടിച്ചാൽ അവൻ്റെ കുടുംബം വെണ്ണീരായി പോവുകയാണ്. അപ്പോൾ അവർ വീണ്ടും ദരിദ്രത്തിലേക്ക് പോവുകയാണ്. പാവപ്പെട്ടവൻ ജോലിക്ക് പോകുന്നവരെ തെരുവുനായ്ക്കൾ കടിച്ചാൽ, അവർക്ക് പേവിഷബാധ ഏറ്റാൽ എന്താണ് സ്ഥിതി? അതുകൊണ്ട് മുഖ്യമന്ത്രി ഇത് ഗൗരവമായിട്ട് മനസ്സിൽ കരുതിക്കൊണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മനസ്സിൽ കരുതിക്കൊണ്ട് ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി ഒരു സർവകക്ഷി യോഗം വിളിച്ച് എല്ലാവരെയും ഐഡിയാസ്, അവരുടെ അഭിപ്രായം ക്രോഡീകരിച്ചുകൊണ്ട്, ഞാനൊക്കെ പറയുകയാണെങ്കിൽ ഈ തെരുവുനായ്ക്കളെ മുഴുവനും ഡോഗ് പാർക്കുകൾ, കേരളത്തിലെ തെരുവുനായ്ക്കൾ ഷെൽട്ടറാക്കുവാൻ ബുദ്ധിമുട്ടാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. കാരണം നമുക്ക് സ്ഥലങ്ങൾ കുറവായതുകൊണ്ട്. അതേസമയം ഇവിടെയുള്ള വനപ്രദേശങ്ങളിൽ നമുക്ക് ഡോഗ് പാർക്കുകൾ നിർമ്മിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളെ പോലെ തന്നെ ഇവിടെയും നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും. അങ്ങനെ കേരളത്തെ ഒരു മാതൃകാ സംസ്ഥാനമാക്കുന്നതിന് വേണ്ടി അടിയന്തരമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുൻകൈയെടുക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഒത്തിരി സ്നേഹത്തോടെ, അഭിവാദ്യങ്ങളോടെ, ജോസ് മാവേലി.